ഇന്ന് തിങ്കളാഴ്ച ജൂൺ 9. ഈ ആഴ്ച വരുന്ന OTT റിലീസുകളും പുതിയ OTT അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ്, പടക്കളം എന്ന മോശമല്ലാത്ത അഭിപ്രായങ്ങളൊക്കെ നേടി വിജയിച്ച ഫാന്റസി കോമഡി മലയാളം ചിത്രം ഇന്ന് രാത്രി 12 മണിയോടെ ജൂൺ 10 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം അടക്കം പാനിന്ത്യൻ ഭാഷകളിൽ OTT റിലീസാകുന്നതാണ്. മികച്ച അഭിപ്രായം നേടി 65-75 കോടിയോളം കളക്ഷൻ നേടി വിജയിച്ച നസ്ലൻ ഗഫൂർ നായകനാകുന്ന എന്റർടൈൻമെന്റ് ബോക്സിംഗ് മലയാളം ചിത്രമാണ് ആലപ്പുഴ ജിംഖാന. സിനിമ ജൂൺ 12 ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും സോണി ലിവിലൂടെ മലയാളം അടക്കം പാനിന്ത്യൻ ഭാഷകളിൽ OTT റിലീസാകും. ജൂൺ 13 സിംപ്ലി സൗത്തിലും കൂടെ സിനിമ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും കൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. സൂപ്പർ ഗേൾസ് എന്നൊരു മലയാളം കോമഡി സിനിമ ജൂൺ 13 മനോരമ മാക്സിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസാകുന്നതാണ്. സാമന്ത നിർമ്മിച്ച് സാമന്ത കൂടി അഭിനയിച്ച ശുഭം എന്ന മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ ഹൊറർ കോമഡി തെലുങ്ക് ചിത്രം ജൂൺ 13 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മലയാളത്തിലടക്കം പാനിന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. രണ നായിഡു എന്ന ആക്ഷൻ ക്രൈം ഹിന്ദി സീരീസിന്റെ പുതിയ 2ാമത്തെ സീസൺ നെറ്റ്ഫ്ലിക്സിലൂടെ ജൂൺ 13 ഉച്ചയ്ക്ക് 1:30 OTT റിലീസാകും. ഹിന്ദി ഭാഷയ്ക്ക് പുറമെ മലയാളം പോലെ കൂടുതൽ ഭാഷകളിലും സീരീസ് OTT റിലീസ് ചെയ്തേക്കാവുന്നതാണ്. അടുത്തത്, നവീൻ ചന്ദ്ര നായകനാകുന്ന മോശമല്ലാത്ത അഭിപ്രായമൊക്കെ നേടിയ 11 എന്ന സീരിയൽ കില്ലർ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ തമിഴ് ചിത്രം ജൂൺ 13 ആഹാ തമിഴ്, സിംപ്ലി സൗത്ത്, 10 കോട്ട, ആമസോൺ പ്രൈമിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസാകും. യോഗി ബാബു അഭിനയിക്കുന്ന ജോറ കയ്യ തട്ടുങ്ക എന്ന തമിഴ് ചിത്രം ഇപ്പം ആമസോൺ പ്രൈമിലൂടെ തമിഴ് ഭാഷയിൽ ലഭ്യമാണ്. മേസി ഫോർ നോൺ എന്ന റിവെഞ്ച് ആക്ഷൻ ക്രൈം ത്രില്ലർ കൊറിയൻ സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ 2 ദിവസം മുന്നേ ഇംഗ്ലീഷ്, ഹിന്ദി, കൊറിയൻ, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTT റിലീസായിട്ടുണ്ട്. മികച്ച അഭിപ്രായം നേടി വിജയിച്ച ക്ലൗൺ ഇൻ എ കോൺഫീൽഡ് എന്ന അമേരിക്കൻ സ്ലേഷർ ഹൊറർ ചിത്രം നാളെ ജൂൺ 10 ഇംഗ്ലീഷ് ഭാഷയിൽ ആമസോൺ പ്രൈമിലൂടെ വിദേശത്ത് OTT റിലീസാകും. ഡീപ് കവർ എന്ന പുതിയ ബ്രിട്ടീഷ് ആക്ഷൻ കോമഡി ത്രില്ലർ ചിത്രം ജൂൺ 12 ആമസോൺ പ്രൈമിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ ഡയറക്റ്റ് OTT റിലീസാകും. അർണോൾഡ് അഭിനയിക്കുന്ന ഫബ്ബർ എന്ന ആക്ഷൻ സ്പൈ ത്രില്ലർ അമേരിക്കൻ സീരീസിന്റെ പുതിയ 2ാമത്തെ സീസൺ നെറ്റ്ഫ്ലിക്സിലൂടെ ജൂൺ 12 ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസാകുന്നതാണ്. സീരീസിന്റെ എല്ലാ 8 എപ്പിസോഡും ജൂൺ 12 തന്നെ OTTയിൽ ലഭ്യമാകും. അക്ഷയ് കുമാർ അഭിനയിച്ച മികച്ച അഭിപ്രായം നേടിയെങ്കിലും വിജയിക്കാൻ സാധിക്കാതെ പോയ കേസരി ചാപ്റ്റർ 2 എന്ന പീരീഡ് കോർട്ട് റൂം ഡ്രാമ ഹിന്ദി ചിത്രം ജൂൺ 13 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസാകും. സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം പുറത്തു വന്നിട്ടില്ല. ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തുവിടാതെ സർപ്രൈസ് ആയിട്ടായേക്കും സിനിമയുടെ OTT റിലീസ്. അടുത്തത്, ദിലീപ് നായകനാകുന്ന മോശമില്ലാത്ത അഭിപ്രായമൊക്കെ നേടി തിയേറ്ററിൽ വിജയിച്ച പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന മലയാളം ചിത്രം നേരത്തെ ആമസോൺ പ്രൈം, സിംപ്ലി സൗത്ത്, മനോരമ മാക്സിലൂടെ OTT റിലീസാകുമെന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ അവസാനമായിട്ട് സിനിമയുടെ OTT അവകാശം ZEE5 ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജൂലൈ മാസം 2ാമത്തെ ആഴ്ചക്കുള്ളിൽ ZEE5ലൂടെ പ്രിൻസ് ആൻഡ് ഫാമിലി OTT റിലീസാകുമെന്നാണ് അൺഒഫീഷ്യൽ വിവരം. മമ്മൂട്ടി നായകനായ ഗെയിം ആക്ഷൻ ത്രില്ലർ മലയാളം ചിത്രമാണ് ബസൂക്ക. ബോക്സ് ഓഫീസിൽ വിജയിക്കാൻ സാധിക്കാതെ പോയ ഈ സിനിമയുടെയും OTT അവകാശം ZEE5 ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ സിനിമയും ജൂലൈ മാസം 2ാമത്തെ ആഴ്ചക്കുള്ളിൽ ZEE5ലൂടെ OTT റിലീസാകുമെന്നാണ് അൺഒഫീഷ്യൽ വിവരം. ഇതിൽ പ്രിൻസ് ആൻഡ് ഫാമിലി, ബസൂക്ക എന്നീ 2 സിനിമകളിൽ ഏതെങ്കിലും ഒരു സിനിമ ഈ ജൂൺ മാസം തന്നെ ZEE5ലൂടെ OTT റിലീസാകും. ഒഫീഷ്യൽ OTT പ്രഖ്യാപനം വരും ദിവസങ്ങളിലായിട്ട് ZEE5 പുറത്തുവിടുന്നതാണ്. അവസാനത്തെ അപ്ഡേറ്റ്, ഭേദപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ നേടിയെടുത്ത മലയാളം ആക്ഷൻ ക്രൈം ത്രില്ലർ ചിത്രമാണ് ആസാദി. മനോരമ മാക്സ് സിനിമയുടെ ഒഫീഷ്യൽ OTT കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ജൂൺ മാസം തന്നെ സിനിമയുടെ OTT റിലീസ് ഉണ്ടായേക്കും. ജൂൺ 20 നിലവിൽ പുറത്തു വന്നിരിക്കുന്ന സിനിമയുടെ അൺഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ്.